ഹലോ ഗേയ്സ്, നീരജ് ജുവൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പാകം ചെയ്യാൻ പോകുന്നത് കുമ്പിളപ്പം ആണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല നാടുകളിൽ ഇതിൻ്റെ പേര് പൂച്ചയപ്പം പുഴുങ്ങിയത് എന്നാണ്. കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഇത് പൂച്ചയപ്പം പുഴുങ്ങിയതൊന്നുമല്ല. ഇത് നല്ല ഒന്നാം തരം കുമ്പിളപ്പം, നല്ല വരിക്കച്ചക്കപ്പഴം, തേങ്ങ, അതുപോലെ തന്നെ വഷണയില, ഞങ്ങളിവിടെ കുമ്പിളില എന്നാണ് പറയുന്നത്, അതിൻ്റെ ഇല, ജീരകം, ഏലയ്ക്ക, ഉപ്പ്, ജീരകം, ലേശം പഞ്ചസാര എല്ലാം ചേർത്ത്, റവ, ഇവയെല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുത്ത കുമ്പിളപ്പമാണ് നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത്. ആദ്യം അരമുറി തേങ്ങ ചിരണ്ടി കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ വരിക്കച്ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട്. ശേഷം 2-3 ഏലക്ക എടുത്ത് അതിൻ്റെ അരി മാത്രം ചതച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും, എനിക്ക് തോന്നുന്നു മിക്കവാറും പേര് ഏലക്ക അതുപോലെ തന്നെ ചതച്ചിടുകയാണ് ചെയ്യുന്നത്. നമുക്കത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, നമ്മൾ അറിയുന്നില്ല. കൂട്ടുകാരി, നിങ്ങൾ ഇടുക്കിയിലുള്ളവരല്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കരുതലോടെ ചെയ്യുക. കാരണം ഇത് നിരവധി വളങ്ങളും വിഷങ്ങളും ഉപയോഗിച്ചാണ് ഈ ഏലക്ക കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പല രൂപത്തിൽ കളറും ചേർത്ത് പലരും ഇത് വിപണിയിലെത്തിക്കുന്നുണ്ട്. അത് കാരണം ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിരവധി അസുഖങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. കൂട്ടുകാരെ, നമ്മളത് അരി മാത്രം ചതച്ചെടുത്ത് ഒന്ന് അതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ്. ശേഷം നമ്മളിതിലേക്ക് റവ, ഒരു 1/2 കിലോ മിച്ചം റവ നമ്മൾ ഇട്ട് കൊടുത്ത്, ആ കൂടെ തന്നെ തേങ്ങ ചിരണ്ടിയതും, അല്പം ഉപ്പ്, പിന്നെ ശകലം ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ഇളക്കി എടുക്കണം. കൂടെ തന്നെ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ചക്കപ്പഴത്തിന് അല്പം മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടുകൊണ്ട് ഇച്ചിരി മധുരം നന്നായിട്ട് ലഭിക്കും. പിന്നെ റവയാണെങ്കിൽ നല്ല മയമായിരിക്കും കേട്ടോ. എനിക്ക് റവ കൊണ്ട് കുമ്പിളപ്പം പുഴുങ്ങി ഉണ്ടാക്കിയത് കഴിക്കുന്നതാണ് ഇഷ്ടം. പണ്ടൊക്കെ രാവിലെ കാപ്പിക്ക് വീട്ടിലമ്മ ഇതുണ്ടാക്കി തരുമായിരുന്നു. കടും കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ താമസിക്കുന്നിടത്ത് പ്ലാവൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അനിയൻ ചേട്ടൻ തന്നതാണ് കേട്ടോ വരിക്കച്ചക്ക. പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുമ്പിളപ്പം ഉണ്ടാകാൻ വേണ്ടി അതെടുത്തതാണ്. പഞ്ചസാര ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ഇടാൻ. നമ്മുടെ ചക്കപ്പഴത്തിന് ഇച്ചിരി മധുരം കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഏറെ ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച് ഇളക്കി എടുക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ വഷണയില അല്ലെങ്കിൽ കുമ്പിളില കിട്ടുമോ? പല നാടുകളിലും കുമ്പിളില ഇല്ലാത്തടുത്ത് വാഴയിലയിൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ കഴിക്കണമെങ്കിൽ കുമ്പിളിലയ്ക്കൊരു പ്രത്യേക ഒരു രുചിയുണ്ട്. അതായത് ഇത് കുമ്പിളിലയ്ക്കകത്ത് ഇതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കൂട്ടുകാരെ, ഇതുപോലെ കുമ്പിളിലയ്ക്കകത്ത് ഒന്ന് കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് തലേദിവസം വെച്ചിട്ട് രാവിലെ എടുത്ത് ചൂടാക്കി ഒന്ന് കഴിച്ചു നോക്കണം. ചെറുതായിട്ടൊന്ന് ആവി കയറ്റി കഴിച്ചു നോക്കണം. ഭയങ്കര ടേസ്റ്റായിരിക്കും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത തേങ്ങ പോരായിരുന്നു, അത് കാരണം വീണ്ടും ഒരു അരമുറി തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ സമയം തന്നെ നമ്മൾ ഇഡ്ഡലിക്കുട്ടകം സ്റ്റൗവിൽ വെച്ച് ഒരു അത്യാവശ്യം വെള്ളം എടുത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് ഇവനെ റെഡിയാക്കി എടുക്കണം. തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് ഇത് ഏകദേശം നമ്മുടെ പാകമായിട്ടുണ്ട് റവ. എന്നിട്ട് നമ്മൾ കുമ്പിളില നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുമ്പിൾ കുത്തി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന റവ, ചക്കപ്പഴം കൂടെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. കുമ്പിളിൻ്റെ ആ ഒരു പരിധി ഉണ്ടല്ലോ, അത്രയും നിറച്ചിട്ട് പിന്നെ അത് ഇതുപോലെ മടക്കി വെക്കണം. കൂട്ടുകാരെ, ഇതിനെ പൂച്ച പുഴുങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ആക്ഷേപിക്കുക. നമ്മുടെ നാട്ടിലിത് ശരിക്കും കുമ്പിളപ്പം തന്നെ എന്നാണ് പറയുന്നത്. എനിക്ക് ഈ പൂച്ച പുഴുങ്ങിയെന്നൊക്കെ ആദ്യം കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ചിരിയാവുന്നത്.
ഇത് കണ്ടോ ഇങ്ങനെ ഈ കുമ്പിളയിലേക്കകത്ത് ഇങ്ങനെ റവയൊക്കെ കുഴച്ച് പുഴുങ്ങുന്നതിന് പൂച്ച പുഴുങ്ങി എന്ന് പറയാൻ പറ്റുമോ? എന്തുവാണോ? എന്തായാലും ഓരോരുത്തരുടെ നാട്ടിൽ അവരവരുടേതായ ശൈലിയില്ലേ, ഇല്ലെങ്കിൽ അവരവരുടേതായ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. എന്തായാലും നമ്മൾ വളരെ വേഗം തന്നെ കുമ്പിൾ കുത്തി നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന റവയെല്ലാം ഫില്ല് ചെയ്ത് വേഗം തന്നെ ഇഡ്ഡലിക്കുട്ടകത്തിൽ ആവി കയറാൻ വേണ്ടി വെച്ച് കേട്ടോ. കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത് ഇല എടുക്കുമ്പോൾ തന്നെ ഇല നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൽ ചെറിയ എട്ടുകാലിയോ കുഞ്ഞുങ്ങളോ അതെങ്കിലും പുഴുവിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാണും. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ കുമ്പിൾ ആവി കയറി വെന്തു. എന്തായാലും നല്ല ചൂടോടുകൂടി ഞാൻ ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. റവയാകുമ്പോഴത്തേക്കും ചൂടോടുകൂടി നല്ല മയമായിരിക്കും. കൂടെ ഒരു കടുങ്കാപ്പിയോ കടുംചായയോ ഇച്ചിരി മധുരം കുറച്ച് ഉണ്ടെങ്കിൽ ചൂടോടുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മളിത് വൈകിട്ട് റെഡിയാക്കി വെച്ചിട്ട് രാവിലെ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും. കാരണം അന്നേരത്തേക്ക് ഇല ഇതെല്ലാം കൂടെ നമ്മുടെ അപ്പത്തിൽ നന്നായിട്ട് അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പിടിക്കും. നല്ല അടിപൊളിയായിരിക്കും. കൂട്ടുകാരെ, നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.